കർത്തേടം സെയിൻറ്റ് ജോർജ് ഇടവക അംഗമായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുൻ വികാരിയച്ഛനും ഇപ്പോഴത്തെ നിയുക്ത സഹായമെത്രാനുമായ ആൻ്റണി വാലിങ്കൽ പിതാവിനെ പറ്റി ഓർമ്മ വരുന്നത് ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളും അനുഭവിച്ചതുമായ കാര്യങ്ങൾ മാത്രമാണ്. ഞങ്ങളുടെ പുതിയ ദേവാലയ നിർമ്മാണ സമയത്ത് ദേവാലയത്തിൻ്റെ കല്ലിന്മേൽ കല്ല് ഉയർന്നു വന്നതും ബലപ്പെട്ടതും അച്ഛൻ്റെ പ്രാർത്ഥനയും ദൈവത്തിലുള്ള ആശ്രയവും ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാ ദിവസവും അൾത്താരയ്ക്ക് മുമ്പിൽ കിടന്നു പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങളുടെ ഇടവക ദേവാലയ നിർമ്മാണ സമയത്ത് സമ്പന്നരെയോ മറ്റുള്ളവരെയോ മാത്രമല്ല, ഏറ്റവും സാധാരണക്കാരെ പോലും, അസ്ഥിക്ക് പോലും വകയില്ലാത്തവരെ പോലും കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ദേവാലയമാണ് കർത്തേടം സെയിൻറ്റ് ജോർജ് ദേവാലയം. ഇതുമാത്രമല്ല, മറ്റു മതസ്ഥർക്കും ഒരുപക്ഷെ മറ്റു ലോകസഭയ്ക്ക് പോലും മാതൃകയാകുന്ന രീതിയിൽ ഇടവകയിലെ പ്രശ്നങ്ങൾ ഇടവകയിൽ തീർക്കുവാൻ വേണ്ടി ഒരു ഇടവക അനുരഞ്ജന സമിതി ഉണ്ടാക്കുകയും അതിലെ പ്രഗത്ഭരായ വക്കീൽമാർ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ മാത്രമല്ല, വിദ്യാഭ്യാസം കുറഞ്ഞ അനുഭവജ്ഞാനമുള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആ സമിതിയെ അനേകം കേസുകൾ തീർത്തുകൊണ്ട് ഒരു വിപ്ലവകരമാക്കിയ, അതല്ലെങ്കിൽ അതൊരു സജീവമായി നിലനിർത്തിയ ഒരു വൈദിക ശ്രേഷ്ഠനാണ് ഞങ്ങളുടെ ആൻ്റണി വാലിങ്കൽ പിതാവ്. തൻ്റെ ദൈവത്തിലുള്ള ആശ്രയവും തൻ്റെ പ്രാർത്ഥനയും തൻ്റെ ലളിതമായ ജീവിതം വഴി ഈ ഇടവക അംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അച്ഛൻ്റെ പേരും അച്ഛൻ്റെ കയ്യൊപ്പും പതിപ്പിച്ചുകൊണ്ട് കടന്നുപോയ ഒരു ശ്രേഷ്ഠ വൈദികനായിരുന്നു നമ്മുടെ നിയുക്ത ആൻ്റണി വാലിങ്കൽ പിതാവ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എല്ലാവിധ പ്രാർത്ഥനകളും ഇടവക ജനങ്ങളുടെ പേരിലും വ്യക്തിപരമായ പേരിലും നേർന്നുകൊള്ളുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതകാലം, കർത്തേടം ഇടവകങ്ങളുടെ ജീവിത അവസാനം വരെയും ഞങ്ങൾ ഓർമ്മപ്പെട്ടിരിക്കുന്ന ഒരു പേരാണ്, അച്ഛൻ്റേതാണെന്ന് പറയുവാൻ ഉള്ളതുപോലെ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ ജീവിതാവസാനം വരെ അച്ഛനുണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിയുക്തനായ ആൻ്റണി വാലിങ്കൽ പിതാവിന് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഒരിക്കൽ കൂടി ഇടവക ജനത്തിൻ്റെ പേരിലും സ്വന്തം പേരിലും നേർന്നുകൊള്ളും.